കുതിര ചാടും കുതിര നമ്മുടെ അൽതാഫ് സലിം ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ അന്തകാലത്ത് അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. ഞാനൊക്കെ ആ പ്രേക്ഷകരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ സംവിധായകൻ വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. ഇത്രയും വർഷമെടുത്ത് ഒരുപാട് സമയം എടുത്തുകൊണ്ട് രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, എന്തോ മഹാസംഭവം വരാൻ പോകുന്നു എന്നാണ്. പുള്ളിക്കാരൻ ഇത്രയും വർഷം കൊണ്ട് ഒരുപാട് പഠനം നടത്തി എന്തോ വ്യത്യസ്തമായിട്ടുള്ള സംഭവം കൊണ്ടുവരുന്നു എന്നുള്ള ഫീലൊക്കെയാണ് നമുക്ക് വരിക. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ കല്യാണി പ്രിയദർശൻ ആണെങ്കിലും ഫഹദ് ഫാസിൽ ആണെങ്കിലും ഒക്കെ വരുന്ന സമയത്തും വിചാരിക്കുകയാണ്, ഓക്കെ, ഇവരൊക്കെ വരുന്ന സമയത്ത് ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവരൊക്കെ ഡേറ്റ് കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും എന്തോ മഹാസംഭവം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു തോട്ട് വീണ്ടും വരുവാണ്. പക്ഷെ ഉള്ളത് പറയാലോ, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സിനിമയ്ക്കകത്ത് ഒരു തേങ്ങയില്ല എന്ന് പറഞ്ഞാല് ഒരു തേങ്ങയില്ല. 2.5 മണിക്കൂർ മനുഷ്യനെ വെറുപ്പിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്നൊടുക്കുന്ന അവസ്ഥയല്ലേ. സത്യമായിട്ട് അതാണ് സംഭവിച്ചത്. കുറേ എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എക്സെൻട്രിക് ആണ് ഇതിനകത്ത് ഒരുവിധം എല്ലാവരും. അപ്പൊ അതിനകത്ത് കുറെ പേര്, നമ്മുടെ ഫഹദ് ആണെങ്കിലും അതുപോലെ തന്നെ ലാല്, നമ്മുടെ സിദ്ദിഖ് ലാലിലെ താടിക്കാരനായിട്ടുള്ള ലാല്, അതുപോലെ തന്നെ വിനയ് ഫോർട്ട്, കല്യാണി പ്രിയദർശൻ, സുരേഷ് കൃഷ്ണ, എല്ലാവരും എക്സെൻട്രിക് ആണ്. എല്ലാവരും ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ കുറെ എക്സെൻട്രിക് ആയിട്ടുള്ള കോമഡി വെച്ചിട്ടാണ് ഈ സിനിമ ഉടനീളം പോകുന്നത്. പക്ഷെ കോമഡി ആണെങ്കിലും എന്തിനു വേണ്ടി ഈ കോമഡി ഒക്കെ കാണിക്കുന്നു എന്ന് ചോദിച്ചാല് എന്താണ് അതിനകത്തുള്ള ലോജിക് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ലാല്, ഈ പറഞ്ഞ സിദ്ദിഖ് ലാലിലെ താടിക്കാരനായിട്ടുള്ള ലാല്, പുള്ളിക്കാരൻ മാത്രമാണ് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. ഈ എക്സെൻട്രിക് കോമഡി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് പുള്ളിക്കാരന് മാത്രമാണ് പക്കായിട്ട് നമുക്ക് തരാൻ പറ്റിയിട്ടുള്ളത്. പുള്ളിക്കാരൻ തുടക്കം മുതൽക്ക് അവസാനം വരേക്കും ചിരിപ്പിക്കുക. ഇങ്ങനെ ചിരിപ്പിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് ചിരി വരുന്നുള്ളൂ. ഈ ഫഹദ് ഫാസിലും കല്യാണിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കല്യാണിയുടെ ക്യാരക്ടറിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഫഹദിന്റെ ഒക്കെ ക്യാരക്ടർ വൻ വെറുപ്പിക്കലാണ്. എക്സെൻട്രിക് ആയിട്ടുള്ള സാധനമൊന്നും എക്സെൻട്രിക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വെറുപ്പിക്കുന്നു. പിന്നെ വിനയ് ഫോർട്ട് ആണെങ്കിലും പുള്ളിക്കാരൻ വെറുപ്പിക്കുന്നു, എല്ലാവരും വന്ന് വെറുപ്പിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ലാലിന്റെ ആ ഒരു പെർഫോമൻസ് കാരണം മാത്രമാണ് ഞാനൊക്കെ ആ സിനിമ അത്രയും സമയം പിന്നെയും കണ്ടിരുന്നത്. ആ സിനിമയ്ക്കകത്ത് കാണാൻ പ്രേരിപ്പിക്കുന്ന കൊള്ളാവുന്ന ഒരേ ഒരു സംഭവമായിട്ട് ലാലിന്റെ പെർഫോമൻസ് മാത്രമാണ് നിൽക്കുന്നത്. സോ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് അത് മാത്രമാണ് കാര്യമായിട്ട് ഇഷ്ടമായത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഈ സിനിമയ്ക്കകത്ത് സത്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മടുപ്പിക്കുന്ന രീതിക്കുള്ള ഒരു സബ്ജക്ട് എന്തൊക്കെയോ ആണ് പറഞ്ഞു പോകുന്നത്. വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള രീതിക്ക് എക്സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും വിയേർഡ് ആയിട്ടുള്ള ഇതുപോലെ മനുഷ്യനെ മടുപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റും കൊണ്ട് എങ്ങനെയാണ് ഈ അൽതാഫ് സലിം ഈ പറയുന്ന കല്യാണി പ്രിയദർശനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫഹദ് ഫാസിലിനെയൊക്കെ ഈ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുകയെന്ന്. അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും മടുപ്പിക്കുന്ന സാധനമാണ് ഇത്. പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത കഥയല്ലേ. എന്തായാലും ഇതാണ് സിനിമയുടെ അവസ്ഥ. അപ്പൊ സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ കല്യാണി പ്രിയദർശൻ ചെയ്യുന്ന നിധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അപ്പുറത്ത് നമ്മുടെ ഫഹദ് ചെയ്യുന്ന എബി എന്ന് പറയുന്ന ക്യാരക്ടർ, ഇവരുടെ പ്രണയമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ വിവാഹത്തിന്റെ സമയത്ത് നമ്മുടെ നിധിക്കൊരു ആഗ്രഹം വരികയാണ്, നമ്മുടെ ഹൽവ കഷ്ണം പോലുള്ള ഒരു കുതിരയുടെ പുറത്ത് കയറണം. ആര്, ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ എബി, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ ആ ഒരു ഹൽവ കഷ്ണം പോലുള്ള ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് ഈ പറയുന്ന പ്രിന്റഡ് ആയിട്ടുള്ള ഷർവാണി അതുപോലെ തന്നെ തലപ്പാവൊക്കെ ധരിച്ചിട്ട് ആ ഒരു നോർത്ത് സ്റ്റൈലിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം പറയുന്നു. ആ ആഗ്രഹം നിറവേറ്റുവാണ് നമ്മുടെ ഈ പറയുന്ന എബി എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷെ അന്ന് മുതൽക്ക് എബിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ കുറെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ഇതിനകത്ത് പ്രണയത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിനകത്ത് പ്രണയം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു മനുഷ്യൻ വയ്യാണ്ടിരിക്കുന്ന കാലത്ത് ആ മനുഷ്യന് കൈയൊഴിഞ്ഞു പോയ ഒരു വ്യക്തി, അപ്പുറത്തുള്ള ഒരു വ്യക്തി, അതായത് പ്രണയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏത് അവസ്ഥയിലും കൂടെ ഉണ്ടാവണമല്ലോ, അതാണല്ലോ പ്രണയം. പക്ഷെ ഒരാൾക്ക് വയ്യാണ്ടാവുന്ന കാലത്ത് മറ്റേ വ്യക്തി അയാൾ ഒഴിവാക്കി പോകുന്നു. പക്ഷെ ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തി വീണ്ടും തിരിച്ചു വരാൻ ട്രൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെയാണ് പ്രണയം? എന്തിനാണ് അങ്ങനെയുള്ള സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതെന്നുള്ളൊരു സംശയം എനിക്ക് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ലോജിക്കും ഇല്ല എന്ന്. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഈ സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിൽ നിൽക്കുന്ന ഈ ഫഹദിന്റെ എബി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ
ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ സങ്കീർണതയെ കുറിച്ച്, പുള്ളിക്കാരൻ അനുഭവിക്കുന്ന ജീവിതത്തിലെ സങ്കീർണതയെ കുറിച്ച് പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രേക്ഷകർക്ക് വർക്കാവുന്നില്ല. ഈ സ്വപ്നം കൊണ്ട് പുള്ളിക്കാരൻ ബുദ്ധിമുട്ടുന്നു, പുള്ളിക്കാരന്റെ യാഥാർത്ഥ്യവുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സംഭവം പോലും സിനിമയുടെ ക്ലൈമാക്സിൽ അത് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ലാണ്ട് അതുവരേക്കും ആ സംഭവം പോലും മനസ്സിലാവുന്നില്ല. അതൊന്നും പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്നില്ല. അതൊക്കെ പരിമിതികളാണല്ലോ. സോ ഇങ്ങനെയുള്ള പരിമിതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സിനിമ എങ്ങനെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ പോലും ഇതിനകത്ത് എന്താണ് ആ ബന്ധങ്ങളുടെ അർത്ഥം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അതായത് ആരോഗ്യത്തോട് കൂടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുന്നു, ആരോഗ്യമില്ലാത്ത കാലത്ത് അവരൊക്കെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളൊക്കെ എന്തിനാണ് മനോഹരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ മാത്രം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നും തോന്നിയിട്ടില്ല. സോ എനിക്ക് സിനിമ അങ്ങനെ വർക്കായിട്ടില്ല. പിന്നെ അഭിനയത്തിന്റെ കാര്യം വരുവാണെങ്കിൽ ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് സത്യത്തിൽ ഇത്രയും ആളുകൾ പൊക്കി പിടിച്ച് കൊണ്ടുവന്ന ഒരു ആക്ടർ, ഗംഭീരമായിട്ട് ഫഹദ് ഫാസിലിന്റെ കണ്ണുകളൊക്കെ അഭിനയിക്കുന്നു എന്നൊക്കെ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ആ ഫഹദ് ഫാസിലൊക്കെ എവിടെ പോയി എന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ പുള്ളി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നെങ്കിൽ ഷെമ്മിയായി പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വെറുപ്പിക്കൽ ക്യാരക്ടർ ആയി പോകും. അപ്പൊ ആ വെറുപ്പിക്കൽ ക്യാരക്ടറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഭയങ്കര വെറുപ്പിക്കുന്ന പെർഫോമൻസ് ആണ്. കല്യാണി പ്രിയദർശന്റെ പെർഫോമൻസും അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുള്ളിക്കാരുടെ ശേഷം മൈക്കിൾ ഫാത്തിമ സിനിമയ്ക്കകത്തൊക്കെ ഉള്ള ആ ഒരു ചിലമ്പിച്ചി പാത്തു എന്ന് പറയുന്ന ക്യാരക്ടറിനെ പോലെയൊക്കെ നല്ല വെറുപ്പിക്കൽ ക്യാരക്ടറാണ് നമ്മുടെ ഈ പറയുന്ന ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലാലിന്റെ ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. ലാൽ നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ബാക്കി എല്ലാവരും നോക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും കാര്യമായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. കുഴപ്പമില്ലാണ്ട് അഭിനയിച്ച് പോയിട്ടുള്ളൂ. അപ്പൊ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ജിൻഡോ ജോർജ് ആണ് DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അഭിനവ് സുന്ദർ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ജസ്റ്റിൻ വർഗീസ് ആണ് സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ വശങ്ങളെ കുറിച്ചും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള വെറുപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു.